ഹായ് ഗൈസ്, ഇനി ജോലി ചെയ്യണമെന്ന് ഓർത്തോ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ കാണുന്ന ജോബുകളെല്ലാം ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ ഒബ്സലേറ്റ് ആകും. ഒബ്സലേറ്റ് ആകുമെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള പൈസ നിങ്ങളുടെ വീട്ടിലെത്തും. ഇതിനെയാണ് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഇലോൺ മാസ്ക് തന്നെയാണ്. ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെയാണ് ഞാൻ ഇലോൺ മാസ്കും നിഖിൽ കമ്മത്തും തമ്മിലുള്ള പോഡ്കാസ്റ്റ് കാണുന്നത്. പക്ഷെ ഇതിനു മുന്നേ ഇലോൺ മാസ്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ അവരുടെ പോഡ്കാസ്റ്റിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അത് എന്തൊക്കെയാണ്, അത് പ്രാക്ടിക്കൽ ആണോ, അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഇലോൺ മാസ്ക് പറഞ്ഞ യൂണിവേഴ്സൽ ഹൈ ഇൻകം, നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പണി ചെയ്യാതെ തന്നെ പൈസ തരുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഇലോൺ മാസ്ക് അല്ല ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ChatGPTയുടെ സ്ഥാപകനായ സാം ആൾട്ട്മാൻ ആണ് ഇത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. ഈ AI എന്ന് പറഞ്ഞ ടെക്നോളജി വന്നപ്പോൾ തന്നെ അറിയാം, ഈ ടെക്നോളജിക്ക് നമ്മുടെ ഇപ്പൊ കാണുന്ന തരത്തിലുള്ള എല്ലാ ജോബുകളെയും തന്നെ റീപ്ലേസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, സൂപ്പർ ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, സിംഗുലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഈ ChatGPT കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവർ മുന്നോട്ട് വെച്ചൊരു ഓപ്ഷനാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻകം പ്രൊവൈഡ് ചെയ്യുമെന്നാണ് സാം ആൾട്ട്മാൻ പറഞ്ഞത്. പക്ഷെ എന്നാൽ ഇന്ന് ഇലോൺ മാസ്ക് പറയുന്നത് യൂണിവേഴ്സൽ ഹൈ ഇൻകം, ബേസിക് ഇൻകം അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹൈ ഇൻകം ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇന്ന് വേൾഡിൽ ജീവിക്കണമെന്നുണ്ട്, ഭക്ഷണം വേണം, വണ്ടി വേണം, എനർജി, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഒരുപാട് നീഡ്സ് ഉണ്ട്. അപ്പൊ ഈ നീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഓരോരുത്തരും ജോബ് ചെയ്യുന്നത്. അപ്പോൾ ഇലോൺ മാസ്ക് പറയുന്നതിനനുസരിച്ച് വരുന്ന വർഷങ്ങളിൽ ഈ AI അഡ്വാൻസ്, AI മാത്രമല്ല AI പ്ലസ് റോബോട്ടിക്സിന്റെ അഡ്വാൻസ്മെന്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഇന്നുള്ള പ്രൊഡക്ടിവിറ്റി, നമുക്കിന്ന് വേൾഡിലേക്ക് പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്കറിയാം, എത്രത്തോളം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സാച്ചുറേഷൻ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റിലുള്ള പ്രൈസ് കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ ഇലോൺ പറയുന്നതിനനുസരിച്ച് അപ് ടു 5 to 100x ആയിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മളല്ല, AI കാരണമായിരിക്കും അത് വരാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന പല വൈറ്റ് കോളർ ജോബുകളും, ഇപ്പോൾ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ ഒരിക്കലും ഈ ജോബുകളൊന്നും ഒരു മെഷീൻ ചെയ്യുമെന്ന് ചിന്തിക്കു പോലും ചെയ്യാത്ത ജോബുകൾ ഇന്ന് AI റീപ്ലേസ് ചെയ്യാൻ പോവുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു പരിധി വരെ ശരിയുമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കണം എന്ന് പറയുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇലോൺ മാസ്ക് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പോസിബിൾ ആകില്ലെന്ന് കരുതിയ, അതേപോലെ സ്പേസ് എക്സ്, അതേപോലെ തന്നെ ടെസ്ല, ഇലക്ട്രിക് കാർ, ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് അത് മുന്നോട്ട് വന്നത്. അന്ന് അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളിയ പലരും ഇന്നത് തിരുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കമ്പനി എല്ലാം നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും. സ്പേസ് എക്സ് നമ്മളൊരു ഇന്റർ പ്ലാനറ്റ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ടെസ്ല ഇന്ന് വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കാർ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കാറുകൾ ഇറ്റ്സ് ഓൾറെഡി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അത് മാത്രമല്ല, അവരുടെ തന്നെ ഒപ്റ്റിമസ് എന്ന് പറഞ്ഞ റോബോട്ട്, മനുഷ്യനെ പോലെ തന്നെ കേപ്പബിൾ ആയിട്ട് എന്ത് ജോലിയും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള റോബോട്ട്, ഇതിന്റെ ഒരു മാസ് പ്രൊഡക്ഷൻ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, XAI നമ്മൾ ഇന്ന് കാണുന്ന ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പല രീതിയിലുള്ള രാജ്യക്കാരുണ്ട്, ഒരുപാട് പേര് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ അദ്ദേഹം പ്രെഡിക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് AI ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക. അതേപോലെ ആ സമയത്ത് നമുക്ക് ഭാഷ ഒരു ബാരിയർ ആയിരിക്കില്ല. നമ്മൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് അപ്പുറം നിൽക്കുന്നയാൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്കായിരിക്കും ഫ്യൂച്ചർ ഓഫ് സോഷ്യൽ മീഡിയ വരുന്നത്. അത് ത്രൂ പേയ്മെന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാവുന്ന ഒരു എക്കോസിസ്റ്റം ആയിരിക്കും അത് ത്രൂ ബിൽഡ് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, ഇതിന്റെ അകത്തൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് ഇലോൺ മാസ്ക് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാകും, എന്റെ വേൾഡിലുള്ള ഓരോ ആളുകളും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ട്, ഇപ്പൊ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചിന്തിച്ചത്, അയാളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ബാക്കിയുള്ള ജനറേഷനിലേക്കോ ആക്സസിബിൾ ഒന്നും അല്ല. അപ്പൊ ഇത് അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ഒരു ബ്രെയിൻ AI എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ന്യൂറോലിങ്ക് എന്ന് പറഞ്ഞ പ്രോജക്ട് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ബ്രെയിനിൽ ഒരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമുക്ക് റിയൽ ടൈം ഇന്റർനെറ്റ്, നമുക്ക് ഇന്റർനെറ്റിലെയും അതേപോലെ തന്നെ ഇന്നത്തുള്ള AI-നെയൊക്കെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ എത്തും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇറ്റാലിയനോ ഫ്രഞ്ചോ ഈ പറഞ്ഞ ലാംഗ്വേജസ് ഒന്നും അറിയില്ല,
ലൈക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, നമുക്ക് വർഷം ഇന്നിപ്പോ 1-2 വർഷം എടുത്ത് പഠിക്കേണ്ട ഒരു സ്കില്ല് ഒരു 2-3 മിനിറ്റിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്ത് വേറൊരു സ്ഥലത്ത് കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ വേൾഡിലുള്ള ഇത്രയും ആളുകളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ്. അപ്പോൾ അതിലേക്കുള്ള റിയൽ ടൈം ആക്സസ് ആയിരിക്കും XAIയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ പോസിബിൾ ആകുന്നത്. വിച്ച് മീൻസ് നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, നമുക്ക് എന്താണോ ആവശ്യം, അത് നമുക്ക് ഈ ബിഗ് ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയുണ്ട്, അവർ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മനുഷ്യരിൽ ഇംപ്ലാന്റ് ചെയ്തിട്ട് ഇന്നിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു റിയൽ വെർഷൻ കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഇതിനെ പേടിയോട് സമീപിക്കുന്നവരുണ്ട്, പക്ഷെ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഇത് എന്റെ എല്ലാം ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിലും എന്ത് കാര്യത്തിനും ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ബിൽഡ് ആവുക. ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ സാധാരണ ഒരാൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എല്ലാ കമ്പനികളും അദ്ദേഹത്തിന്റെ എല്ലാ വിഷനും കളക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് 6-7 കമ്പനികൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് സ്പേസ് എക്സ് നമുക്ക് ഏത് ഗാലക്സിയിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്ന രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി സ്പേസ് എക്സ് ത്രൂ അദ്ദേഹം ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഗ്രഹത്തിലും ഇറങ്ങാനും, അപ്പോൾ അവിടെ ഇറങ്ങിയാൽ മാത്രം പോരാ, അവിടെ ഒരു കോളനി ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? മനുഷ്യന് അവിടെ ഡയറക്റ്റ് ആക്സസ് ഇല്ല. അപ്പൊ അവിടെ ബോറിംഗ്, അവിടെ ഭൂമിക്കടിയിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബോറിംഗ് കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടെയുള്ള വർക്കുകളും ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമസ് എന്ന് പറഞ്ഞ റോബോട്ടിന്റെ കമ്പനി ടെസ്ല ത്രൂ അദ്ദേഹം ബിൽഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷനും ടെസ്ല ഓട്ടോമാറ്റിക് കാറുകൾ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ഒരു കളക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ എനർജി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളാർ സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം ആണ് അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനറേഷനിൽ തന്നെ വേറെ ഗ്രഹങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ അപ്ഡേറ്റഡ്. ഈ പോഡ്കാസ്റ്റ് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റിലുപരി ഒരു സൊസൈറ്റിക്ക് അവരുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലേക്കാണ്. നിങ്ങൾ എന്തൊരു എന്റർപ്രണർഷിപ്പിനെ മുന്നിൽ കണ്ടു മുന്നോട്ട് വരുന്നവരും ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബേസ് ക്ലിയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പാത്തിലും അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും എയും റോബോട്ടിക്സ് ഒക്കെ ഇനി വളരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ബിഹൈൻഡ് ഇത് എനിക്കില്ല, ഇനി ഒരു യൂണിവേഴ്സൽ ഹൈ ഇൻകം ഒക്കെ കിട്ടുമെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. കാരണം ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അൺലെസ് നമ്മളത് കാണുന്നത് വരെ. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്യൂച്ചർ, ആണെങ്കിൽ പഠിക്കുക, റോബോട്ടിക്സ് ആണെങ്കിൽ റോബോട്ടിക്സ് പഠിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എത്തീരിയോ ക്രിപ്റ്റോ കറൻസി എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഹെൽപ്ഫുൾ.